ഹലോ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇച്ചു ഓർ ബിനിയ. നോക്കാം. ഇച്ചു ഓർ ബിനിയ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാ ഒരു ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലേ? എന്തൊക്കെയാ? നമുക്കറിയാം അല്ലേ? എന്തൊക്കെയാ? ആദ്യം ആ രചന ഏതാണ്? അതായത് രചനയുടെ പേരെന്താണ്? കിസ് തരഹ് കി രചന ഹെ? ഏത് തരത്തിലുള്ള രചനയാണ്? രചനാകാർ കൗൻ ഹെ? അല്ലേ? ഈ 3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നോക്കാം. ഞാൻ ചോദിക്കുകയാണേ നിങ്ങളോട്. യെ കിസ് തരഹ് കി രചന ഹെ? ഇത് ഏത് തരത്തിലുള്ള രചനയാ മക്കളെ? ഏതാ? പറഞ്ഞേ. അതെ അല്ലേ? കഹാനി. കഹാനി എന്ന് വെച്ചാ എന്താ? കഥ, സ്റ്റോറി അല്ലേ? ഇതൊരു കഥയാന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കപ്പൊ എന്താ? എന്നാ പിന്നെ കഥയുടെ പേരെന്താന്ന് അറിയണ്ടേ? എന്താ ഈ കഥയുടെ പേര്? ഇച്ചു ഓർ ബിനിയ. ഇച്ചുവും ബിനിയയുമാണ് ഈ കഥയുടെ പേര്. അങ്ങനെയാണെങ്കിലേ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. കഹാനിക്കാർ കൗൻ ഹെ? എഴുതിയ ആൾ ആരാ? ആരാ? ശശി സബ്ലോക്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഇച്ചു ഓർ ബിനിയ. ആരാ ഈ ഇച്ചു ഓർ ബിനിയ എന്ന് പറഞ്ഞാല്? നമുക്ക് എങ്ങനെ അറിയാം അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? പാഠഭാഗത്തിലോട്ട് നോക്കാം. ഇച്ചു യെ ചീണ്ടിയാ മിഠായി കേസേ ढूंढ लेती है. അപ്പൊ ആദ്യം തന്നെ ഒരു സെന്റൻസോട് അല്ലെ ഒരു കോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ പറയുന്ന ഒരു സംഭാഷണം ഒരു വാർത്താലാപോട് കൂടിയാണ് ആരംഭിക്കുന്നത്. നോക്കാം. ഇച്ചു യെ ചീണ്ടിയാം. ചീണ്ടിയാം എന്താ മക്കളെ? ഉറുമ്പുകൾ. ഈ ഉറുമ്പുകൾ മിഠായി. മിഠായി എന്ന് വെച്ചാൽ സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്ക് മധുരപലഹാരം ലേത്തെ ഹേ. എങ്ങനെ കണ്ടുപിടിക്കുന്നെ? ഇച്ചു ഈ ഉറുമ്പുകളൊക്കെ എങ്ങനെയാ ഈ മധുര പലഹാരങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നെ? നമ്മളും ശ്രദ്ധിച്ചിട്ടില്ലേ? എങ്ങനെയാ എവിടെയെങ്കിലും ചെറുതായിട്ടൊരു മധുരം വീണാൽ പെട്ടെന്ന് തന്നെ ഉറുമ്പുകൾ ഓടിയെത്താറുണ്ടല്ലേ? അപ്പോൾ ചോദിക്കുക എങ്ങനെയാ വരുന്നേ? ഘൂംതേ ഘൂംതേ. അപ്പം അതിൻ്റെ മറുപടി കൊടുക്കുകയാണ് കേട്ടോ. ഘൂംതേ ഘൂംതേ അഗർ കൊയി ചീണ്ടി मिठाई के पास पहुंच जाए तो सबको बता देती है. എന്താ മറുപടി കൊടുത്തേ? ഘൂംതേ ഘൂംതേ. അതിങ്ങനെ കറങ്ങി കറങ്ങി അതായത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നടക്കുമല്ലേ? അങ്ങനെ അതുവഴിയൊക്കെ നടന്ന് ചുറ്റിയിട്ട് അഗർ കൊയി ചീണ്ടി ഏതെങ്കിലും ഉറുമ്പുകൾ ഏതെങ്കിലും ഒരു ഉറുമ്പ് ഒന്നോ രണ്ടോ ആയിക്കോട്ടെ ഏതെങ്കിലും ഉറുമ്പ് മിഠായിക്ക് പാസ് പഹുഞ്ച് ജായേ തോ. മിഠായി നമുക്കറിയാം മധുരം അല്ലേ? മധുര പലഹാരങ്ങളുടെ കെ പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, പഹൂഞ്ച് ജായെ എത്തിച്ചേരുക. ഏതെങ്കിലും മധുര പലഹാരത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോഴത്തേനും സബ്കോ ബത്താ ദേത്തി ഹെ. എല്ലാവരോടും അത് പോയി പറയും അല്ലേ? ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് അതിനെ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് പോയി എല്ലാവരോടും പറയും. वो अकेले दौड़े ही खा सकती है. ധോഡേ ഹി ഖാ സക്തേ ഹെ എന്ന് വെച്ചാൽ എന്താ? അവർക്ക് ഒറ്റയ്ക്ക് തിന്നുന്നില്ല. കണ്ടോ? ഒറ്റയ്ക്ക് കഴിക്കുന്നില്ല. കനോട്ട് ഈറ്റ് അലോൺ. ഒറ്റയ്ക്ക് അവർക്ക് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. അവരെന്ത് ചെയ്യും? ബാക്കിയുള്ള എല്ലാ ഉറുമ്പുകളെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് കഴിക്കും. അങ്ങനെയല്ലേ? സബ് മിൽക്കർ ഖാത്തി ഹെ. എല്ലാവരും എങ്ങനെയാ? ഒരുമിച്ച് കഴിക്കുന്നു. മിൽക്കർ ഘർ ബനാത്തി ഹെ. മിൽക്കർ എന്ന് വെച്ചാൽ ഒരുമിച്ച്, ഘർ ബനാത്തി ഹെ വീട് ഉണ്ടാക്കുന്നു. മിൽക്കർ രഹത്തി ഹൈ. ഒരുമിച്ചാണ് ജീവിക്കുന്നത് അല്ലേ? എല്ലാം ഒരുമിച്ച് തന്നെ. നമ്മളും കണ്ടിട്ടില്ലേ? നമ്മളെ വീട്ടിലായാലും അല്ലേ? ഒരു ഉറുമ്പായിട്ട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവാം. ശരിയാ അല്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതായിരിക്കാം. അല്ലാണ്ട് ഒരു ആഹാരം കഴിക്കുമ്പോഴായാലും അവർ താമസിക്കുമ്പോഴായാലും അവരുടെ വീട് പണിയുന്നതായാൽ പോലും ഒരുമിച്ചാണ് അല്ലേ? ഓക്കെ. തബ് തോ മുജ്കോ ഭി ചീണ്ടി ബന്നി ഹൈ. ബിനിയ ബോലി. അപ്പോൾ നമ്മൾ അടുത്ത ക്യാരക്ടർ പഠിച്ചു അല്ലേ? ബിനിയ പറയാണ്, എന്നാൽ പിന്നെ മുഷ്കോ ഭി ചീണ്ടി ബന്നി ഹെ. എനിക്ക് ആരായി മാറണം? എനിക്ക് ഉറുമ്പായി മാറണം. എന്നാൽ പിന്നെ ഞാൻ ആരാവാം? ഉറുമ്പാവാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ, എനിക്ക് അതാവണം, എനിക്ക് ഇതാവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ജീവികളൊക്കെ കാണുമ്പോൾ പറയാറില്ലേ? അതുപോലെ ഇവിടെ ബിനിയ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എനിക്ക് ആരാവണം? ഉറുമ്പാകണം. ഇച്ചു തുംകോ ക്യാ ബന്നാ ഹെ? ഇച്ചു നിനക്കെന്താവണോടാ? എനിക്കെന്തായാലും ഉറുമ്പായാൽ മതി. അപ്പം നിനക്കെന്താവണം? മുഷ്കോ പാനി മേ മസേ സേ പടാ രഹന അച്ഛാ ലഗ്താ ഹെ. മുഷ്കോ എനിക്കാണെങ്കിൽ പാനി എന്താ? വെള്ളം. അപ്പം പാനി മേം എന്ന് പറഞ്ഞാലോ വെള്ളത്തിൽ മസേ സേ സന്തോഷത്തോടെ
ഒത്തിരി നേരം എനിക്കിങ്ങനെ വെള്ളത്തിൽ കിടക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ പലർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ, വെള്ളത്തിൽ കിടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ പറയാണ്, എനിക്കെന്താ വെള്ളത്തിലിങ്ങനെ കിടക്കണം. അപ്പോൾ എനിക്ക് ആരായി മാറണം? ഫൈംസ് ബനൂക. ഫൈംസ് എന്ന് വെച്ചാൽ എന്താ? എരുമയായിട്ട് മാറണം അല്ലേ? എനിക്കിങ്ങനെ വെള്ളത്തിൽ കിടക്കണം എപ്പോഴും എനിക്കിങ്ങനെ അല്ലേ. അപ്പോൾ ഞാനെന്താവും? എരുമയാവും. നീ എന്തായിക്കോ? ഉറുമ്പായിക്കോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നോക്കിക്കേ, കണ്ടോ അവർ രണ്ടുപേരും ഇച്ചു ബിനിയയും കൂടി ഇങ്ങനെ പറഞ്ഞിരിക്കുക. ബിനിയ ഗേളാണ്, ഇച്ചു ബോയാണ്. ഓക്കെ, അപ്പോൾ കണ്ടോ ഉറുമ്പ് ഇങ്ങനെ വന്ന് കഴിക്കുന്നതായിട്ടൊക്കെ നോക്കി നോക്കിയിരിക്കുക. തുഷ്കോ ദൂത് അച്ഛാ ലഗ്താ ഹൈ നാ ബിനിയ. ബിനിയ, നീ ഉറുമ്പല്ലേ, ശരി. നിനക്ക് ദൂത് എന്താ? മിൽക്ക്, പാല് നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ബിനിയ? ഇച്ചു ചോദിക്കുകയാണ്, ബിനിയ നിനക്ക് പാൽ ഇഷ്ടമല്ലേ? തൂ ദൂത് പീനയാണ്. അപ്പം നീ എന്ത് ചെയ്യണം? പാല് കുടിക്കാൻ പറഞ്ഞല്ലേ. ഞാനാരാ? ഞാൻ എരുമയാ അല്ലേ. എനിക്കെന്താണ്? നീ എന്ത് ചെയ്യണം? പാല് കുടിക്കാൻ വേണ്ടി വരണം. पर तब तो मैं चींटी होऊंगी. അപ്പോൾ ബിനിയ പറയാ, പക്ഷെയെങ്കിലോ ഞാൻ ആരാണ്? ഞാൻ ഉറുമ്പല്ലേ. मैं दूध कैसे पी सकती हूँ. ഞാൻ എങ്ങനെയാ പാല് കുടിക്കുക? ഞാൻ എന്താ ആ സമയം ഉറുമ്പല്ലേ, ഞാൻ ബിനിയല്ലല്ലോ, ഞാൻ ഉറുമ്പല്ലേ. അപ്പം പിന്നെ ഞാൻ എങ്ങനെയാ പാല് കുടിക്കുക? അച്ഛാ തോ ഫൈംസ് ചോട് मैं गन्ना बन जाता हूँ. ആ ശരി, എന്നാൽ എരുമ വേണ്ട, ഞാൻ എന്താവാം? കരിമ്പായി മാറാം. എനിക്കെന്താവണം? കരുമ്പാവണം. മൈം ഗന്ന, കരിമ്പ്. ഇച്ചു സോച്തേ ഹുയേ പോല. ഇച്ചു ചിന്തിച്ചിട്ടിങ്ങനെ പറയാണ്, തബ് തു രസ് പീനയാണ്. അപ്പം നീ എന്ത് ചെയ്താൽ മതി? എൻ്റെ ചാറ് കുടിക്കാൻ വന്നാൽ മതി. രസം എന്ന് പറഞ്ഞാൽ എന്താ? ചാറ്. നമുക്കറിയില്ലേ, കരിമ്പ് നമ്മളിങ്ങനെ കടിച്ച് എടുക്കുമ്പോഴത്തേനും നമുക്ക് അതിൽ നിന്നൊരു ചാറ് കിട്ടാറുണ്ടല്ലേ. വളരെ മധുരമായിട്ടുള്ള ഒരു രസം, ഒരു ചാറ് കിട്ടാറുണ്ട്. അപ്പോൾ പറയാണ്, ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല, ഞാൻ എരുമയായാലല്ലേ നിനക്ക് പാടുള്ളൂ, ഞാനൊരു കരിമ്പായി മാറിയാലോ, നിനക്ക് സുഖമായിട്ട് വന്ന് എൻ്റെ രസം എന്ന് വെച്ചാൽ അതിലെ ചാറ് നിനക്ക് കുടിക്കാൻ പറ്റും. അപ്പം ഞാൻ ആരായി മാറാം? നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കരിമ്പായി മാറാം. ഇതൊരൊക്കെ അല്ലേ? മനസ്സിലായില്ലേ? കണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ എരുമ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുക. അപ്പോൾ അതിനെ നോക്കിയിട്ടാണ് പറഞ്ഞത് എനിക്ക് എരുമ ആവണമെന്ന്. ഓരോ ജീവികളെ നോക്കിയിട്ട് ഇങ്ങനെ പറയുക, എനിക്കതാവണം ഇതാവണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും നന്നായിട്ട് മനസ്സിലായല്ലോ. ബാക്കിയുണ്ട്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നിങ്ങൾ വളരെ കുറച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇത് വളരെ ലെങ്തായി പോവും, അത്യാവശ്യം നല്ല ചാപ്റ്ററാണ് കേട്ടോ. അതുകൊണ്ടാണ് വളരെ കുറച്ചായിട്ട് എടുക്കുന്നത്. അപ്പോൾ അടുത്ത പാർട്ടിൽ നിങ്ങൾ കാണണേ. ഓക്കെ, താങ്ക്